പരമാനന്ദം. ഒരിക്കൽ ഒരു വലിയ പണക്കാരന് സന്തോഷവാനായി തീരാൻ ഒരു മോഹമുണ്ടായി. യഥാർത്ഥ സന്തോഷം എവിടെയാണ്? അത് പണത്തിലാണോ, പ്രശസ്തിയിലാണോ? ഇന്ന് നമ്മൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം തേടി അലഞ്ഞ ഒരു ധനികന്റെ വളരെ മനോഹരമായൊരു കഥയാണ് കേൾക്കാൻ പോകുന്നത്. എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കയ്യിൽ പണവും പ്രശസ്തിയും അടക്കം എല്ലാം ഉണ്ടായിട്ടും ജീവിതത്തിൽ ആ ഒരു സന്തോഷം മാത്രം കണ്ടെത്താൻ കഴിയാതിരുന്ന ഒരാളുടെ കഥയാണിത്. യഥാർത്ഥ ആനന്ദം എന്താണെന്ന് ഈ കഥ ഒരുപക്ഷെ നമ്മളെ പഠിപ്പിച്ചേക്കാം. അപ്പോൾ നമുക്ക് നേരെ ആ കഥയിലേക്ക് കടക്കാല്ലേ? നമ്മുടെ കഥയിലെ പ്രധാന ആള് ഒരു അതിസമ്പന്നനായ മനുഷ്യനാണ്. പണം കൊടുത്തു വാങ്ങാൻ പറ്റുന്ന എന്തും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ ഒരേ ഒരു കുറവ്, മനസ്സമാധാനം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആ സന്തോഷം, അതുമാത്രം അദ്ദേഹത്തിന് അന്യമായിരുന്നു. അദ്ദേഹം എപ്പോഴും സ്വയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, ഒന്നാലോചിച്ചു നോക്കൂ, പരീക്ഷിക്കാത്ത വഴികളില്ല, കാണാത്ത പുണ്യാത്മാക്കളുമില്ല. പക്ഷെ ആർക്കും അദ്ദേഹത്തെ സഹായിക്കാൻ പറ്റിയില്ല. ജീവിതം അവസാനിക്കാറായപ്പോഴും സന്തോഷം എന്താണെന്നറിയാതെ ഈ ലോകം വിട്ടു പോകേണ്ടി വരുമോ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പേടി. അങ്ങനെയിരിക്കുന്ന സമയത്താണ് ഒരാൾ ഒരു സൂഫി ഗുരുവിനെക്കുറിച്ച് പറയുന്നത്. ഒരുപക്ഷേ അതായിരുന്നു അദ്ദേഹത്തിന്റെ അവസാനത്തെ പ്രതീക്ഷ. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു സഞ്ചി നിറയെ വിലപിടിപ്പുള്ള രത്നങ്ങളുമെടുത്ത് അദ്ദേഹം ആ സൂഫിയെ കാണാൻ പുറപ്പെട്ടു. തന്റെ കയ്യിലുള്ള സമ്പത്ത് മുഴുവൻ കൊടുത്തിട്ടായാലും വേണ്ടില്ല, ഒരു നിമിഷത്തേക്കെങ്കിലും ആ സന്തോഷം വാങ്ങാൻ അദ്ദേഹം തയ്യാറായിരുന്നു. ഒടുവിൽ ഒരുപാട് അലഞ്ഞ് ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുകയായിരുന്ന ആ സൂഫിയെ അദ്ദേഹം കണ്ടെത്തി. എന്നാൽ ആ സൂഫിയിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന പാഠം അദ്ദേഹം തന്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു. ആ പാവധനികൻ തന്റെ സങ്കടം പറഞ്ഞു തീരുന്നതിനു മുൻപ്, സത്യത്തിൽ എന്താണവിടെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിനു മുൻപ്, ആ സൂഫി അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന രത്നങ്ങളടങ്ങിയ സഞ്ചി തട്ടിപ്പറിച്ചെടുത്ത് ഒരൊറ്റ ഓട്ടം. ജീവിതത്തിൽ അതുവരെ ഒരടിപോലും ഓടിയിട്ടില്ലാത്ത ആ പണക്കാരൻ തന്റെ സർവസ്വവും നഷ്ടപ്പെട്ട ആ വേദനയിൽ അലറിക്കരഞ്ഞുകൊണ്ട് സൂഫിക്ക് പിന്നാലെ പാഞ്ഞു. പട്ടണത്തിലെ തെരുവുകളിലൂടെ അയാൾ ഉറക്കെ നിലവിളിച്ചു, അയ്യോ, എന്നെ ചതിച്ചേ, എന്റെ ജീവിതത്തിലെ സമ്പാദ്യം മുഴുവൻ പോയേ, എന്നെ രക്ഷിക്കണേ. അയാളുടെ ആ കരച്ചിൽ കേട്ട് ഒരു വലിയ ജനക്കൂട്ടം തന്നെ പിന്നാലെ കൂടി. ആ നിമിഷം ജീവിതത്തിലെ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ട ഒരുവന്റെ വേദന എന്താണെന്ന് അയാൾ ശരിക്കും അറിഞ്ഞു. ഓടി തളർന്ന് ഇനി ഒന്നും ബാക്കിയില്ലാന്ന് കരുതി ആ ധനികൻ തിരികെ വന്നപ്പോൾ കണ്ട കാഴ്ച അത് ശരിക്കും അതിശയകരമായിരുന്നു. അവരാദ്യം കണ്ടുമുട്ടിയില്ലേ, അതേ മരച്ചുവട്ടിൽ ഒരു ഭാവവ്യത്യാസവുമില്ലാതെ ആ സൂഫി ഇരിക്കുന്നു. കിതച്ചുകൊണ്ട് കരഞ്ഞു വീണ ആ ധനികന്റെ കൈയിലേക്ക് സൂഫി ഒരു മടിയും കൂടാതെ ആ രത്നങ്ങളുടെ സഞ്ചി തിരികെ വെച്ചുകൊടുത്തു. ആ ഒരു നിമിഷമുണ്ടല്ലോ, ആ ധനികൻ അനുഭവിച്ച ആശ്വാസം, ആ സന്തോഷം, അതൊരുപക്ഷെ വാക്കുകൾ കൊണ്ട് നമുക്ക് വിവരിക്കാൻ പറ്റില്ല. ജീവിതത്തിൽ ആദ്യമായി യഥാർത്ഥ സന്തോഷം എന്താണെന്ന് അയാൾ തിരിച്ചറിയുകയായിരുന്നു. ദൈവത്തിന് നന്ദി എന്ന് പറയുമ്പോൾ അയാളുടെ കണ്ണുകൾ ശരിക്കും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അപ്പോ ആ സൂഫി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നോക്കൂ, ഞാനിപ്പോ നിങ്ങളെ സന്തോഷവാനാക്കിയിരിക്കുന്നു, അല്ലേ? വർഷങ്ങളായി നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ആ സഞ്ചിക്ക് തരാൻ കഴിയാത്ത സന്തോഷം, അത് നഷ്ടപ്പെട്ട് തിരികെ കിട്ടിയപ്പോൾ നിങ്ങൾക്ക് കിട്ടി. ഇതിൽ നിന്ന് നമ്മളൊരു കാര്യം പഠിക്കണം. പലപ്പോഴും നമ്മുടെയൊക്കെ സന്തോഷമെന്നത് നമ്മുടെ കയ്യിലുള്ള ഒന്നിനെ നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൽ നിന്നും അത് തിരികെ കിട്ടുമ്പോഴുള്ള ആശ്വാസത്തിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. അപ്പോ ഈ കഥ ഇവിടെ തീരുന്നില്ല. ഇവിടെയാണ് സൂഫിയുടെ പാഠം കൂടുതൽ ആഴത്തിലേക്ക് പോകുന്നത്. അദ്ദേഹം ആ ധനികനെ പഠിപ്പിച്ചത് വെറും സന്തോഷത്തെക്കുറിച്ചല്ല, മറിച്ച് സന്തോഷവും പരമാനന്ദവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മളീ പറയുന്ന സന്തോഷം എപ്പോഴും ദുഃഖവുമായി കിട്ടുപിണഞ്ഞാണ് കിടക്കുന്നത്. ദുഃഖമുള്ളതുകൊണ്ടാണ് സന്തോഷത്തിനൊരു വിലയുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അത് വന്നും പോയും ഇരിക്കും, ഒരിടവേള പോലെ. എന്നാൽ പരമാനന്ദം അങ്ങനെയല്ല. അത് മറ്റൊന്നിനെയും ആശ്രയിക്കുന്നില്ല. അത് സ്വതന്ത്രമാണ്, ശാന്തവും ശാശ്വതവുമായൊരവസ്ഥയാണത്. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്, ഈ പരമാനന്ദം എന്നു പറയുന്ന അവസ്ഥയിലേക്ക് നമുക്ക് എങ്ങനെ എത്താൻ കഴിയും? അതിനുള്ള വഴിയാണ് യഥാർത്ഥ ധ്യാനം, അതായത് ഒരു സാക്ഷിഭാവം കൈവരിക്കുക എന്നത്. അപ്പോ എന്താണ് ഈ യഥാർത്ഥ ധ്യാനം എന്ന് പറഞ്ഞാൽ? അത് കണ്ണടച്ച് എവിടെയെങ്കിലും ചുമ്മാ ഇരിക്കുന്നതാണോ? അല്ല, അതിന് വളരെ ലളിതവും എന്നാൽ ഒരുപാട് ആഴത്തിലുള്ളതുമായ ഒരർത്ഥമുണ്ട്. നോക്കൂ, നമ്മുടെ ജീവിതം മുഴുവൻ ഇതുപോലുള്ള ദ്വന്ദ്വങ്ങൾ നിറഞ്ഞതാണ്. സുഖം, ദുഃഖം, വിജയം, പരാജയം, ബഹുമാനം, അപമാനം, ഇവയെല്ലാം ഒന്നിനു പിറകെ ഒന്നായി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ സാധാരണയായി ചെയ്യുന്നത് എന്താണ്? നല്ലതിൽ അള്ളിപ്പിടിച്ചിരിക്കും, ചീത്തയിൽ നിന്ന് ഓടിയൊളിക്കാൻ ശ്രമിക്കും. എന്നാൽ യഥാർത്ഥ ധ്യാനമെന്നത് ഇവ രണ്ടിനെയും ഒരേപോലെ കാണുക എന്നതാണ്. സന്തോഷം വരുമ്പോൾ അതിൽ അമിതമായി ആഹ്ലാദിക്കാതെയോ, ദുഃഖം വരുമ്പോൾ അതിൽ തളർന്നു പോകാതെയോ, ഒരു സാക്ഷിയെപ്പോലെ, ഒരു നിരീക്ഷകനായി മാറി നിന്ന് ഇതിനെയെല്ലാം കാണുക.
ആകാശത്ത് മേഘങ്ങൾ വന്നും പോയും ഇരിക്കുന്നതുപോലെ ഈ വികാരങ്ങളെയും നമ്മുടെ ഉള്ളിലൂടെ കടന്നുപോകാൻ അനുവദിക്കുക. അപ്പോ ധ്യാനം എന്നുവെച്ചാൽ ആകെയുള്ളതിതാണ്, ഒരു നിരീക്ഷകൻ മാത്രമായിരിക്കൽ. പരാജയം വരുന്നു, വിജയം വരുന്നു, നിങ്ങൾ പുകഴ്ത്തപ്പെടുന്നു, നിങ്ങൾ ഇകഴ്ത്തപ്പെടുന്നു. എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങളും ഒന്നു ചേരുന്നു. അവയെല്ലാം ദ്വൈതങ്ങളാണ്. നിങ്ങൾ എങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു? ഈ ദ്വൈതത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കവേ മൂന്നാമതൊരു ശക്തിവിശേഷം, ഒരു ദിശാമുഖം നിങ്ങളിൽ ഉയർന്നുവരുന്നു. അതാണ് സാക്ഷി. ആ മൂന്നാമത്തെ ദിശാമുഖമാണ് പരമാനന്ദം കൊണ്ടുവരുന്നത്. പരമാനന്ദം അത് വിപരീതങ്ങളില്ലാത്തൊരവസ്ഥയാണ്. അത് ശാലീനമാണ്, വിശ്രാന്തിയാണ്, കുളിർമയാണ്, ആവേശമില്ലാത്ത ഒരു ആനന്ദാതിരേകമാണ്. ഈ ചിന്തകൾ കേൾക്കാൻ നിങ്ങളുടെ വിലയേറിയ സമയം നൽകിയതിന് ഒരുപാട് നന്ദി. ഈ കഥയിലെ പോലെ ജീവിതത്തിലെ സന്തോഷദുഃഖങ്ങളെ ഒരു സാക്ഷിയെപ്പോലെ നോക്കിക്കാണാനുള്ള ശാന്തതയും സമാധാനവും നിങ്ങൾക്കേവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.